അനുമോളെ ഇന്നലെ എഫ് സ്റ്റാർ സൈക്കോ എന്ന് വിളിച്ചിട്ട് നമ്മുടെ ജിസയില് പോകുന്ന സമയത്ത് ഇപ്പൊ ആ അപ്പാനിയുടെ സരികയുടെ ഒക്കെ വായ അടഞ്ഞു പോയോ എന്ന് ശൈത്യ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അനുമോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട്സ് അല്ലേ അവിടെ ഇരിക്കുന്ന മൊത്തം, അതുകൊണ്ട് ആരും ഒന്നും പറയില്ല. പിന്നെ പല്ലൊക്കെ കടിച്ചു പിടിച്ചിട്ട് അനു പറയുന്നുണ്ട്, പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെയും വീഴുന്ന ആണുങ്ങൾ ഉണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണിനെ കണ്ടാൽ വീഴുന്ന കുറെ മൊണ്ണകൾ എന്നാണ് അനു കൃത്യമായും പറയുന്നത്. ഇരിക്കുന്ന എല്ലാ എണ്ണവും ആ അബി ഒഴിച്ച് ബാക്കി എല്ലാ എണ്ണവും എന്നും അനു പറയുന്നുണ്ട്. ബാക്കി എല്ലാം അവളെ ബാക്കി തൂങ്ങി നടക്കാണ്, അതായത് അവളുടെ പുറകെ നടക്കാണ് എന്നാണ് അനു ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റേ, എന്തൊക്കെയാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ അനുമോള് പറഞ്ഞത്? ബിഗ് ബോസ് വീട്ടിലെ അബി ഒഴികെയുള്ള ആണുങ്ങളെല്ലാം പെണ്ണിനെ കണ്ടാൽ മുക്കൂത്തി വീഴുന്നവരാണ്, അവളുടെ പുറകെ തൂങ്ങി നടക്കുന്നവരാണ്. അതായത് ഒരേ സമയത്ത് ജിസേലിനെയും അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസിനെയും അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ് അനുമോൾ. ഒരു മിനിറ്റ്, ഇന്നലെ ഇതേ അനുമോളല്ലേ ആ പൊക്കവുമായി ബന്ധപ്പെട്ട ഒരു കമ്പാരിസൺ നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞു വിളിച്ച് ബിഗ് ബോസ് വീടിനകത്ത് വേണ്ട ബഹളം എത്ര ഉണ്ടാക്കിയത്? എന്റെ പൊന്നു ലാലേട്ട, അനുമോള് ഈ പറഞ്ഞ കാര്യങ്ങൾ ബിഗ് ബോസില് ഈ വീക്കെൻഡില് എല്ലാവരെയും ഒന്ന് കേൾപ്പിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ജിസേല് മേക്കപ്പ് ഇടുന്നത് തെറ്റ് തന്നെയാണ്, അത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശവും അനുമോൾക്കുണ്ട്. ബിഗ് ബോസ് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതൊന്നും ഇവിടെ കാണുന്നില്ലേ? കണ്ടസ്റ്റൻസിനോടാണ് ചോദിക്കുന്നത്. അതായത് ജിസേല് പലപ്പോഴായിട്ട് നിയമം തെറ്റിച്ച് നടക്കുമ്പോൾ അവിടെയുള്ള ആരും ഇതൊന്നും കാണുന്നില്ലേ എന്ന് തന്നെയാണ് ബിഗ് ബോസ് ചോദിച്ചത്. വീട്ടിലുള്ള എല്ലാ സ്ത്രീ മത്സരാർത്ഥികളും ബിഗ് ബോസിന്റെ നിയമം പാലിക്കുമ്പോൾ ഒരാൾ മാത്രം ഓവർ സ്മാർട്ടായിട്ട് എല്ലാ മേക്കപ്പ് ഐറ്റംസും ഒക്കെ ഇട്ട് ഒരുങ്ങി നടക്കുന്ന കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഉറപ്പാണ്. അവരത് ചോദ്യം ചെയ്യുന്നതിനെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അനുമോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തില് ജിസേലിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ശരിയാണ്, 100% ശരിയാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ പറഞ്ഞു എങ്ങോട്ടാണ് അനുമോളെ പോകുന്നത്? ഒരു പരിധിയില്ലാത്തൊരു പോക്കാണല്ലോ. ജിസേൽ ഇടയ്ക്ക് പറയാറുണ്ട് നിനക്ക് കുശുമ്പാണ്, അസൂയാണെന്നൊക്കെ. അല്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അനുമോൾക്ക് ജിസേലിനോട്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അനുമോൾ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അവിടെയുള്ള മേൽ മത്സരാർത്ഥികളും ജിസേലും തമ്മിൽ നല്ല സൗഹൃദമാണെങ്കിൽ അതിന് എന്താണ് കുഴപ്പം? ഞാനും കഴിഞ്ഞ ദിവസം ഒന്ന് വിമർശിച്ചിരുന്നു അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസിനൊക്കെ ജിസേലിനെ പേടിയാണോ എന്ന്. അത് അതിന്റെ ഒരു വശം മാത്രമാണ്, ഇതിനൊരു മറുവശം കൂടി ഉണ്ടല്ലോ. ജിസേലും അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസിൽ കുറെ പേരും നല്ല സുഹൃത്തുക്കളാണെങ്കിലോ, അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലോ, അങ്ങനെയെങ്കിൽ പിന്നെ അവര് വെറുതെ പോയി ജിസേലിനെ പിണക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ജിസേല് അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസിന്റെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല, അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല. മെയിൽ കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അവരെന്തിനാണ് വെറുതെ കയറി വഴക്കുണ്ടാക്കുന്നത്? അങ്ങനെയും ഒരു വെർഷൻ ഉണ്ടല്ലോ. നമ്മൾ എല്ലാ വശങ്ങളും സംസാരിക്കുവാണെങ്കിൽ അങ്ങനെയും ഒരു വശമുണ്ട്. ശരിയാണ്, അനുമോൾ പറഞ്ഞതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട്. മെയിൽ കണ്ടസ്റ്റൻസ് ജിസേലിന്റെ കാര്യം വരുമ്പോ ഒന്ന് സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞൊരു കാരണം കൊണ്ടായിരിക്കാം. പിന്നെ ഒരു പരിധി വരെ ആര്യനും അതിലൊരു ഫാക്ടറാണ്. കാരണം ആര്യനും ജിസേലും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ആര്യനും മറ്റുള്ള മെയിൽ കണ്ടസ്റ്റൻസും ഒക്കെ ഈ സ്മോക്കിംഗ് റൂമിലെ ചങ്ങാത്തം എന്ന് പറയുന്നത് അത് അനുമോൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അത് സീസൺ ഫസ്റ്റ് തൊട്ട് നമ്മൾ കാണുന്നതാണ്. അവിടെ ഉള്ളൊരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അവർക്കിടയിൽ എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവും മെയിൽ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ. കാരണം എന്തും ആയിക്കോട്ടെ, ഇനിയിപ്പോ അനുമോൾ പറഞ്ഞതുപോലെ ജിസേലിനോട് ഈ പറയുന്ന മെയിൽ കണ്ടസ്റ്റൻസ് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് തന്നെ വെക്കാം. അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? പെണ്ണിനെ കണ്ട ഉടനെ മൂക്കും കുത്തി വീണും, ഇതെല്ലാം നമുക്ക് ഇനി തിരിച്ചാലോചിക്കാം. അനുമോളെ കുറിച്ച് ഇത് അവിടെയുള്ള ഏതെങ്കിലും ഒരു മെയിൽ കണ്ടസ്റ്റന്റ് പറഞ്ഞു എന്ന് വിചാരിക്കാം. ആമ്പിള്ളേരെ കണ്ട അപ്പം മൂക്കും കുത്തി വീഴുന്ന ആളാണ് അനുമോള്. എപ്പോ നോക്കിയാലും ആര്യന്റെ പുറകെ വാലെ തൂങ്ങി നടക്കുകയാണ്. അങ്ങനെയുള്ള രീതിയിൽ അനുമോളുടെ ക്യാരക്ടറിനെ മോശപ്പെടുത്തുന്ന തരത്തിൽ അവിടെ ഒരാൾ സംസാരിച്ചാൽ അനുമോൾക്ക് അത് സഹിക്കാൻ പറ്റുമോ? വ്യക്തിഹത്യ എന്ന് പറയുന്നത് അനുമോള് അവിടെയുള്ള മറ്റുള്ളവരെ ചെയ്താലും മറ്റൊരാൾ അനുമോളെ ചെയ്താലും ഒരുപോലെ തന്നെയാണ്. മെയിൽ കണ്ടസ്റ്റൻസിന് എന്താ ചോദിക്കാനും പറയാനും ആരുമില്ലേ? അവരെന്തും പറയാവുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒരാളെയും വ്യക്തിഹത്യ നടത്തേണ്ട കാര്യമില്ല. ജിസേൽ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കാം, അവരുടെ വ്യക്തിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും അവിടെ ആർക്കും അധികാരമൊന്നുമില്ല. ജിസേൽ എന്താണ് ചെയ്തത്? മേക്കപ്പ് ഉപയോഗിച്ചു. അതിനെന്താണോ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കൊടുത്തോട്ടെ. അത് ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ അവകാശവും അനുമോൾക്കും ഉണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ജിസേലിന്റെ ക്യാരക്ടറിനെ മോശമാക്കാനായിട്ട് അനുമോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ജിസേൽ ഇടുന്ന ഡ്രസ്സിനെ കുറ്റപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടാണ് അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറയുക. ഇത് എത്ര ദിവസമായിട്ട് അനുമോൾ തുടങ്ങിയതാണ്. അനുമോള് ഇത് വളരെ ബോധപൂർവം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടസ്റ്റൻസിന്റെ ഇടയിലേക്ക് ജിസേല് ഒരു മോശം ക്യാരക്ടറായിട്ട് ജിസേലിനെ അവതരിപ്പിക്കുക. അതേസമയം തന്നെ അവിടെയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ വെറും വായി നോക്കിയും പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന ആൾക്കാരുമായിട്ട് അവരെ ചിത്രീകരിക്കുക. തീർച്ചയായിട്ടും ഇത് അവിടെയുള്ള കണ്ടസ്റ്റൻസ് അറിയണ്ടേ? മെയിൽ കണ്ടസ്റ്റൻസ് ഇങ്ങനെ അനുമോൾ പറഞ്ഞു എന്ന് അറിയണ്ടേ? വീക്കെൻഡ് എപ്പിസോഡിൽ അത് അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
എത്ര നല്ല മത്സരാർത്ഥി എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ അത് തെറ്റാണെന്ന് തോന്നിയാൽ പറഞ്ഞല്ലേ പറ്റൂ. കൂടുതൽ അപ്ഡേറ്റ്സുമായി